ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൻ നബിയ്യീൻ സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഗ്രൂപ്പിലുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹപൂർവ്വം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഹ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ വിശ്വാസം ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തിരുമേനി ഖാത്തമുൻ നബിയീൻ ആണ് എന്നതാണ്. ഖാത്തമുൻ നബിയീൻ എന്ന പ്രയോഗത്തിന് അറബി ഭാഷയിൽ എന്തെല്ലാം അർത്ഥമുണ്ടോ ആ അർത്ഥങ്ങളെല്ലാം മുമ്പിൽ വെച്ചുകൊണ്ട് റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖാത്തമുൻ നബിയായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് യാതൊരു സംശയവുമില്ല. റസൂൽ തിരുമേനിയുടെ വരവോടുകൂടി യഥാർത്ഥ ഇസ്ലാം, അതായത് പരിപൂർണ മതം പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. ശരീഅത്ത്, പരിപൂർണ ശരീഅത്ത് ഇറക്കപ്പെട്ടിരിക്കുന്നു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അതുപോലെ ഈ പാഠം, ഈ ശരീഅത്ത്, ഈ ഖുർആൻ ലോകാവസാനം വരെ നിലനിൽക്കുകയും ചെയ്യും. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ എന്ന് അള്ളാഹുവിൻ്റെ വാഗ്ദാനവുമുണ്ട്. അപ്പം അതുകൊണ്ട് പുതിയ ഒരു ദീനിൻ്റെയും പുതിയ ദീനുമായി വരുന്ന പുതിയതോ പഴയതോ ആയ ഒരു പ്രവാചകൻ്റെയും ആവശ്യമില്ല എന്നത് വ്യക്തമാണ്. ഈ കാര്യം തന്നെയാണ് അഹ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ സ്ഥാപകരുടെ ലേഖനങ്ങളിൽ നിന്നും എഴുത്തുകളിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അഹ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ വിശ്വാസം ഇത് തന്നെയാണ്. എന്നാൽ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ നിന്നുകൊണ്ട് മാത്രം അമ്മക്കും ബി കിതാബി റബ്ബിക്കും വ സുന്നത്തി നബിയിക്കും എന്നതനുസരിച്ച് ഈ ഉമ്മത്തിലെ ഇമാമായിക്കൊണ്ട് ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ട് ഒരു പ്രവാചകൻ വരുന്നത് ഒരിക്കലും ഖാത്തമുൻ നബിയീൻ എന്ന പ്രയോഗത്തിനോ ലാ നബിയ ബഅദി എന്ന ഹദീസ് ഭാഗത്തിനോ എതിരല്ല എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസം ഞങ്ങളായിട്ട് വിശ്വസിക്കുന്നതല്ല, നമ്മൾ എതിർവശത്തുള്ള ഹസൻ സലാഹി സാഹിബിൻ്റെ ഗ്രൂപ്പും അതല്ലെങ്കിൽ ഇതര മുസ്ലിങ്ങൾ എല്ലാവരും തന്നെ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നതും ഒരു കണക്കിന്. അത് ഞാൻ വ്യക്തമാക്കാം. നമ്മുടെ ബഹുമാന്യ ഹസൻ സലാഹി സാഹിബ് പറഞ്ഞത് ഖാത്തമുൻ നബിയീൻ എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം, അതായത് ഒന്നാം നമ്പർ അർത്ഥം, യഥാർത്ഥ അർത്ഥം അവസാനത്തെ പ്രവാചകൻ എന്നതാണ്. പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ വാദമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെയും എല്ലാ പൊതു മുസ്ലിങ്ങളുടെയും ഒരു വാദം മാത്രമായിട്ട് അതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം അദ്ദേഹവും പറഞ്ഞു, എല്ലാവരും പറയുന്നു, വിശ്വസിക്കുന്നു, ഞങ്ങളും വിശ്വസിക്കുന്നു, ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം ഈ ഉമ്മത്തിൽ വരുമെന്ന്. അപ്പോൾ ഒരു ഭാഗത്ത് ഖാത്തമുൻ നബീൻ എന്ന ആയത്തിനെ ബിൽ ഇത്ലാഖ്, അതായത് മുത്ലഖായിക്കൊണ്ട് യാതൊരുവിധ വിശദീകരണങ്ങൾക്കും പരിമിതികൾക്കും പാത്രമാവാതെ അവസാനത്തെ നബി എന്ന അർത്ഥം കൊടുക്കുകയാണെങ്കിൽ ആ അർത്ഥം ഒരിക്കലും ശരിയായിരിക്കില്ല വിശ്വാസപ്രകാരം. അങ്ങനെയാണെങ്കിൽ ഈ ആയത്തിൻ്റെ അർത്ഥം പറയുന്നിടത്ത് ഖാത്തമുൻ നബി എന്ന് പറഞ്ഞിടത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി തിരുമേനി നബിമാരിൽ അവസാനത്തെ എന്ന് പറഞ്ഞ് ബ്രാക്കറ്റിടേണ്ടി വരും. അതിൽ നബിമാരിൽ അവസാനം ജനിച്ചയാളും എന്നാൽ മുമ്പ് ജനിച്ച ഒരു പ്രവാചകന് വീണ്ടും പ്രവാചകനായി തുടരാവുന്നതുമാണ്, ബ്രാക്കറ്റ് ക്ലോസ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനത്തെ പ്രവാചകനാണ് എന്ന് എഴുതേണ്ടി വരും. അങ്ങനെയാണ് വിശ്വാസമുള്ളത്. അപ്പം അതുകൊണ്ട് ഇവിടെ വിശ്വാസത്തിൽ നമ്മൾ തമ്മിൽ വ്യത്യാസമില്ല. വാസ്തവത്തിൽ ഖാത്തമുൻ നബിയീൻ എന്ന പ്രയോഗത്തിൻ്റെ യഥാർത്ഥ അർത്ഥം ഞാനിപ്പോൾ ഒരു ഭാഗത്ത് മാറ്റിവെക്കുകയാണ്, അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. അതുപോലെ ലാ നബിയ ബഅദി എന്ന ഹദീസിൻ്റെ വിശദീകരണവും. ഇവിടെ ഖാത്തമുൻ നബിയീൻ എന്നതിൻ്റെ മജാസിയായ അർത്ഥം എന്ന നിലയ്ക്ക് അവസാനത്തെ എന്ന അർത്ഥം സ്വീകരിച്ചുകൊണ്ട് തന്നെ ഇവിടെ സംസാരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷെ ഈ ഉമ്മത്തിലെ നബിയായിക്കൊണ്ട് മുമ്പ് വന്ന ഒരു നബിക്ക് ഈ ഉമ്മത്തിലെ നബി എന്ന പേരിൽ ഈ ഉമ്മത്തിലെ കിതാബും സുന്നത്തും അനുസരിച്ചുള്ള ഒരു വ്യക്തിയെ നിലക്ക് തുടരാൻ അവകാശമുണ്ട് എന്ന് നിങ്ങളും വാദിക്കുന്നു, വിശ്വസിക്കുന്നു. പക്ഷെ അവിടെ ഈസാ നബിക്ക് കൊടുത്ത ആ അവസരം ഞങ്ങൾ ഈ ഉമ്മത്തിൽ ജനിച്ചു വളർന്ന മറ്റൊരു വ്യക്തി കൊടുക്കുന്നു എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഈ വ്യത്യാസം ഉള്ളിടത്തോളം കാലം നിങ്ങൾ ഖാത്തമുൻ നബീൻ നിങ്ങൾ കൊടുക്കുന്ന അർത്ഥം മുത്ലഖായിട്ടുള്ളൊരു അർത്ഥമല്ല, മറിച്ച് അതിൽ പരിമിതികളും വിശദീകരണങ്ങളും അതിന് ആവശ്യമായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഉമ്മത്തിൽ വരുന്നൊരു വ്യക്തി ഈ ഉമ്മത്തിൽ നിന്നൊരു വ്യക്തി ആയിരിക്കും, മുമ്പ് വന്ന ഈസാ നബി ആയിരിക്കില്ല എന്ന് ഞങ്ങൾ പറയുന്നു. അത്രമാത്രമേ വ്യത്യാസമുള്ളൂ. അത് ഞങ്ങൾ പറയാനുള്ള കാരണമുണ്ട്, അത് ഞാൻ പറയാം.
നിങ്ങൾ പറയുന്നത് പോലെ ഈസാ നബി അലൈഹി സ്വലാമാണ് ഇവിടെ വരുന്നത്, വരാനുള്ള പോസ്റ്റ് ഉണ്ട്, പോസ്റ്റ് കാലിയുണ്ട്, അത് നിങ്ങളും പറഞ്ഞു ഞങ്ങളും പറയുന്നു. പക്ഷെ ആ പോസ്റ്റിലേക്ക് വരുന്ന വ്യക്തി ആരായിരിക്കും എന്നുള്ള കാര്യം മാത്രമാണ് ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത്. ഞങ്ങൾ പറയുന്നു, മുമ്പ് വന്ന ഈസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹ് കൊടുത്തൊരു അഡ്രസ്സ് ഉണ്ട്, റസൂലൻ ഇലാ ബനി ഇസ്രായീൽ. അപ്പോൾ ആ അഡ്രസ്സ് വെച്ചുകൊണ്ട് ഇവിടെ വരാൻ അദ്ദേഹത്തിന് കഴിയില്ല. പിന്നെ മുമ്പ് വന്ന ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് അള്ളാഹു വ്യക്തമായി അദ്ദേഹം മരിച്ചു പോയിരിക്കുന്നു, അതുപോലെ മരിച്ചുപോയാൽ തിരിച്ചു വരില്ല എന്നും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിലും അദ്ദേഹത്തെ സ്വീകരിക്കാൻ സാധിക്കില്ല. പിന്നെ അതിലുപരിയായി വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട് ഈ ഉമ്മത്തിൽ വരുന്നവർ ഈ ഉമ്മത്തിൽ നിന്നുള്ളവരായിരിക്കുമെന്ന്. അതെങ്ങനെയെന്ന് ഞാൻ അല്പം വിശദീകരിച്ച് പറയാം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുകയാണ്, ഇന്ന അർസൽന ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും കമാ അർസൽന ഇലാ ഫിറഔന റസൂല. ഫിറൗന്റെ അടുത്തേക്ക് ഒരു റസൂലിനെ അയച്ചതുപോലെ നിങ്ങളിലേക്കും ഞാൻ ഒരു റസൂലിനെ അയച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞു. അതിൻ്റെ അർത്ഥം മൂസാ നബിയെ നിങ്ങളിലേക്ക് അയച്ചു എന്നല്ല, മറിച്ച് മുഹമ്മദ് നബി അയച്ചു എന്നാണ് പറയുന്നത്. ഫിറൗൻ്റെയൊക്കെ അയച്ച റസൂല്, അത് മൂസാ നബിയെ പോലെ ഒരു റസൂലിനെ നിങ്ങളിലേക്കും അയച്ചു എന്ന്. മൂസാ നബി അയച്ചു എന്നല്ല പറയുന്നത്, ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അള്ളാഹ് പറയുന്നു, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദി കമാ ഇസ്തഖ്ലഫൽ ലദീന മിൻ ഖബ്ലിഹിം. നിങ്ങളെ അവൻ ഖലീഫമാരാക്കും. ലയസ്തഖ്ലിഫന്നഹും, ആ വിശ്വസിക്കുന്ന ആളുകളെ, അതായത് മുസ്ലിങ്ങളെ. കമാ ഇസ്തഖ്ലഫൽ ലദീന മിൻ ഖബ്ലിഹിം, മുമ്പുള്ളവരെ ഖലീഫമാരാക്കിയ പോലെ. മുമ്പുള്ള ഖലീഫമാർ ഇവിടെ ഖലീഫമാരാക്കുന്നു പറഞ്ഞിട്ടില്ല, ശ്രദ്ധിക്കണം. ലയസ്തഖ്ലിഫന്ന ഫീഹിമുൽ ലദീന ഇസ്തഖ്ലഫഹും മിൻ ഖബ്ൽ എന്നല്ല പറഞ്ഞത്, മറിച്ച് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദി കമാ ഇസ്തഖ്ലഫൽ ലദീന, കമാ പോലെ. അവിടെ മൂസാ നബിയെ പോലെ റസൂൽ തിരുമേനി വരുന്നത് പോലെ, അവിടെ മൂസാ നബിക്ക് ഖലീഫമാരെ കൊടുത്ത പോലെ ഇവിടെയും ഖലീഫമാരെ കൊടുക്കും, അല്ലാതെ അവരെ പിടിച്ച് ഇവിടെയും ഖലീഫമാരാക്കുന്നു പറഞ്ഞിട്ടില്ല. അപ്പം ഈ ആയത്ത് വെച്ചുകൊണ്ട് റസൂൽ തിരുമേനി പറഞ്ഞ ഹദീസ് വെച്ച് വായിക്കുക. റസൂൽ തിരുമേനി പറഞ്ഞ ഹദീസ് തബ്റാനിയിലുണ്ട്, ഈസാ ഇബ്നു മറിയമിന്റെ വരവിനെ കുറിച്ച്. അലാ ഇന്ന ഈസാ ഇബ്നു മറിയമ ലൈസ ബൈനി വബൈനഹു നബിയ്യുൻ വലാ റസൂലുൻ, എനിക്കും ഈസാ നബിക്കും ഇടയിൽ വേറൊരു നബിയോ റസൂലോ ഇല്ല. അലാ ഇന്നഹു ഖലീഫത്തി ഫി ഉമ്മത്തി മിൻ ബഅദി, അറിഞ്ഞുകൊള്ളുക അദ്ദേഹം എൻ്റെ ഖലീഫയാണ് ഈ ഉമ്മത്തിൽ എനിക്ക് ശേഷമെന്ന്. അപ്പം ഈ ഉമ്മത്തിൽ വരുന്നൊരു ഖലീഫ അള്ളാഹു പറയുന്നു അത് മുമ്പുള്ളവരെ പോലെ ആയിരിക്കും, മുമ്പുള്ളവരല്ല എന്ന്. അപ്പം ഇവിടെ വെച്ച് നമ്മൾ പറയുകയാണ് അല്ല, അതാ മുമ്പുള്ള ഖലീഫിനെ തന്നെയാണ് എന്ന്. തെറ്റല്ലേ നമ്മൾ വിശ്വസിക്കുന്നത് എങ്ങനെയാണെങ്കിൽ? അപ്പം ഇങ്ങനെ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ഒരിക്കലും തന്നെ വരാനിരിക്കുന്ന വ്യക്തി മുമ്പ് വന്ന ബനി ഇസ്രായേലിൽ വന്ന വ്യക്തിയല്ല, മറിച്ച് ഈ ഉമ്മത്തിൽ നിന്ന് വരേണ്ട ഒരു വ്യക്തിയാണെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് ഉറക്കെ വലിയ ഉച്ചത്തിൽ തന്നെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. ആ കാരണത്താൽ ആ അവസരത്തിന് അനുയോജ്യമായ വ്യക്തി ഈ ഉമ്മത്തിൽ നിന്നായിരിക്കും എന്ന വാദമാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ യഥാർത്ഥ വാദം. ഇവിടെ അസൈൻ സലാഹി സാഹിബ് അദ്ദേഹത്തിൻ്റെ വിഷയ അവതരണത്തിനിടയ്ക്ക് പല ആയത്തുകളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പല കാര്യങ്ങളും പറഞ്ഞു. അത് അദ്ദേഹം ഒരു ചർച്ചാ രൂപത്തിലല്ല പറഞ്ഞത്. എന്നിരുന്നാലും തെറ്റിദ്ധാരണ വരേണ്ട എന്ന കാരണത്താൽ അതിനെക്കുറിച്ച് ഇവിടെ ചെറിയ ഖണ്ഡനം എന്ന രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. അദ്ദേഹം കൊണ്ടുവന്ന ചില ആയത്തുകളുണ്ട്. ഒന്ന്, യാ ബനി ആദമ ഇമ്മ യഅ്തിയന്നകും റുസുലുൻ മിൻകും യഖുസ്സുന അലൈക്കും ആയാതി എന്ന ആയത്ത് സൂറ അറാഫിൽ ആയത്താണ്. അതിൽ അല്ലയോ ആദം സന്തതികളെ നിങ്ങളിൽ നിന്നുള്ള റസൂലുമാർ വരികയാണെങ്കിൽ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് മുമ്പ് വന്ന റസൂലുമാരെ കുറിച്ച് മാത്രമാണ്, ഒരു പൊതു പാഠമാണ്, അല്ലാതെ റസൂൽ തിരുമേനിക്ക് ശേഷമുള്ള കാര്യമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഈ ആയത്തിൽ ബനി ആദമിൽ അന്നും ഇന്നുള്ളവരെ ബനി ആദം എന്ന് പറഞ്ഞ അള്ളാഹു പിന്നെ അഭിമുഖീകരിച്ചിട്ടുണ്ട്, അള്ളാഹു വരെ സംബോധന ചെയ്തിട്ടുണ്ട്. അതുപോലെ മുദാരിയാണ് ഫിഅൽ. ഒരിക്കലും തന്നെ അദ്ദേഹം പറഞ്ഞ അർത്ഥം നമുക്കെടുത്ത് ഖുർആന്റെ ആയത്തിനെ അർത്ഥത്തിൽ പരിമിതപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല. പിന്നെ ആയത്തിന് തൊട്ട് മുമ്പുള്ള ആയത്തുകൾ നോക്കുക. യാ ബനി ആദമ ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ്. ഈ ആയത്തിൻ്റെ അർത്ഥം എന്തായിരിക്കും? അത് മുമ്പുള്ളവരെ കുറിച്ചാണോ? പിന്നെ അദ്ദേഹം പറഞ്ഞ ആയത്ത് അള്ളാഹു എജ്തബി മിർ റുസുലിഹി മയ്യഷ എന്ന ആയത്താണെന്ന് തോന്നുന്നു. അതല്ലെങ്കിൽ അതുപോലെ മറ്റൊരു ആയത്ത്. ഈ ആയത്ത് സൂറ അലി ഇമ്രാനിലെ ഒരു ആയത്താണ്. വലാകിൻ അല്ലാഹു യജ്തബി മിർ റുസുലിഹി മയ്യശാ ഫആമിനു ബില്ലാഹി വറുസുലിഹി. അവിടെയും അള്ളാഹു ഈ ഉമ്മത്തിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, എടുത്തു പറഞ്ഞിട്ടുണ്ട്. മാ കാന അല്ലാഹു ലിയദൽ മുഅ്മിനീന അലാ മാ അൻതും അലൈഹി ഹത്താ യമീസൽ ഖബീസ മിനത് തയ്യിബ്.
അപ്പോൾ ഈ ഉമ്മത്തിലുള്ളവരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അള്ളാഹു എജ്തബി, അള്ളാഹു തിരഞ്ഞെടുക്കുന്നു തൻ്റെ റസൂൽമാരിൽ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരെയെന്ന്. അപ്പോൾ ഇദ്ദേഹം ഈ ആയത്തുകളൊക്കെ തന്നെ ഈ ഉമ്മത്തിൽ പ്രവാചകന്മാർക്ക് വരാൻ ചാൻസ് ഉണ്ട്, ഒരിക്കലും വാതിൽ അടഞ്ഞിട്ടില്ല എന്നതാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ ഉമ്മത്തിൽ വരുന്ന പ്രവാചകന്മാർ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഹുവല്ലദി വാസഫിൽ ഉമ്മയ്യന, പിന്നെ ഈ സൂറ ജുമയിലെ ആയത്തിനെ കുറിച്ചും അദ്ദേഹം ചെറിയൊരു സൂചന നൽകിയിട്ടുണ്ട്. അവിടെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു എല്ലാവരിലേക്കുമാണ് അയച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് എന്ന്. പക്ഷെ അദ്ദേഹം ഓതിയ മറ്റൊരു ആയത്തിലാണ് ആ കാര്യം പറയുന്നത്. യാ അയ്യുഹന്നാസു ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമിഅ, എല്ലാവരിലേക്കും റസൂൽ തിരുമേനി അള്ളാഹു അയച്ചിരിക്കുന്നു. എന്നാൽ സൂറ ജുമയിൽ പറഞ്ഞത് മറ്റൊരു കാര്യമാണ്, വളരെയധികം ശ്രദ്ധാപൂർവം മനസ്സിലാക്കേണ്ട റസൂൽ തിരുമേനിയുടെ ബാസത്തിനെ കുറിച്ചാണ് പറയുന്നത്. അത് ഇൻഷാ അല്ലാഹ് ചർച്ചയ്ക്ക് വരുവാണെങ്കിൽ വിശദീകരിക്കുന്നതായിരിക്കും. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഒരു പോയിന്റ്, ഒരുപാട് കള്ളപ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ ലിസ്റ്റാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അതിന് നമുക്ക് യാതൊരു കള്ളപ്രവാചകൻ എത്ര 30 40 എത്രയോ വരട്ടെ, അതുമായി നമുക്ക് യാതൊരു ബന്ധവുമില്ല. കള്ളപ്രവാചകന്മാർ വരില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല, ഒരു വാദവും ഇല്ല. പിന്നെ ആ വിഷയം എടുത്തിട്ടുണ്ട് ആവശ്യം എന്താണ്? പിന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട് കുല്ലുഹും യസ്ഉമു അന്നഹു നബിയ്യുൻ, അതിൽ ഓരോരുത്തരും അവൻ തന്നെത്താൻ സഅമ വിശ്വസിക്കുന്നത്, അല്ലാഹ് പറഞ്ഞല്ല അന്നഹു നബിൻ, അവൻ നബിയാണ് എന്നാണ്. അത് അവൻ്റെ വിശ്വാസം. എത്രയോ കള്ളവാദികൾ എപ്പോഴും ഉണ്ടായിരിക്കും, അന്നും ഇന്നും എപ്പോഴും ഇനിയും ഉണ്ടായിരിക്കും. പക്ഷെ അവരിൽ ആരെങ്കിലും ഹൽ സഅമ അഹദും മിൻഹും അന്നഹു നബിയ്യുൻ ഉമ്മത്തിയുൻ താബിഉൻ ലിൽ ഖുർആനി വസ്സുന്ന, ഞങ്ങളിൽ ആരെങ്കിലും പിന്നെ റസൂൽ തിരുമേനിയുടെ ഉമ്മത്തിൽ റസൂൽ തിരുമേനിയെയും ഖുർആനെയും പിൻപറ്റിക്കൊണ്ടു വന്ന ഒരു പ്രവാചകനാണെന്ന് അവർ വാദിച്ചിട്ടില്ലല്ലോ ആ രൂപത്തിൽ. അപ്പം അതുകൊണ്ട് അത് നമ്മുടെ വിഷയമല്ല. എത്രയോ ആൾ വാദിച്ചോട്ടെ, ഇവിടെ വാദിച്ച ആളുടെ വാദം ശരിയാണോ എന്ന് ഖുർആനും സുന്നത്തും വെച്ച് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ അവസരത്തിൽ വിനീതൻ അവതരിപ്പിച്ച വിഷയത്തിലെ ലുബ്ബുൽ മൗദു, അത് കാതലായ വശം, ബനി ഇസ്രായേലിലേക്ക് പ്രവാചകനായി അയക്കപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ഈ ഉമ്മത്തിൽ വരും എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ ഹസൈൻ സലാഹി സാഹിബും അദ്ദേഹത്തിൻ്റെ പക്ഷവും എങ്ങനെയാണ് ഖാത്തമുൻ നബീൻ എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണ് എന്ന് വാദിക്കുന്നത്? അതിന് താങ്കൾ ചില ഉദാഹരണമൊക്കെ പറഞ്ഞു. ഒരു കല്യാണത്തിന് വന്ന ആളും പിന്നീട് രണ്ടാമത് അദ്ദേഹം വന്നതൊക്കെ. പക്ഷെ ആ ഉദാഹരണം ഇവിടെ യോജിക്കുന്നില്ല. കാരണം ഒരു വ്യക്തിക്ക്, അള്ളാഹു നിയോഗിച്ച ഒരു വ്യക്തിക്ക് അള്ളാഹു ദൗത്യം നൽകി ഒരു നീണ്ടകാലം ആ വ്യക്തിയെ ജീവിപ്പിക്കുകയും ആ വ്യക്തിയെ അവസാന കാലം വരെ അല്ലെങ്കിൽ ഒരു നീണ്ട കാലത്തിന് ശേഷവും ആ ഒരു ദൗത്യത്തോടു കൂടി ആ വ്യക്തി അള്ളാഹു നിയമിക്കുകയും ചെയ്ത് ആ വ്യക്തി പിന്നീട് മരിക്കുമ്പോൾ ആ വ്യക്തിയായിരിക്കും അവസാനത്തെ വ്യക്തി. അതിൽ യാതൊരു സംശയവുമില്ല. ബാക്കി എന്തർത്ഥം കൊടുത്താലും അതൊരുപാട് വിശദീകരണം ആവശ്യപ്പെടുന്ന ഒന്നാണ്. അങ്ങനെയുള്ളൊരു പ്രയോഗം അള്ളാഹു ഖുർആനിൽ പ്രയോഗിച്ചിട്ട് ആ അർത്ഥം കൊടുക്കുക എന്നത് ഒരിക്കലും യോജിച്ചതല്ല. ഏതായാലും താങ്കൾ പിന്നീട് ആ വിഷയത്തിലേക്ക് വരുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇത് കഴിഞ്ഞ വിഷയാവതരണത്തിൻ്റെ ഒരു ചുരുക്കം നിലക്ക് മാത്രം പറയുന്നതാണ്. പിന്നെ അവിടെ ഗൗരവമുള്ളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ തമ്മിൽ ഇപ്പോൾ സംസാരിക്കുന്ന വിഷയത്തിൻ്റെ ഗൗരവം സാധാരണ ആളുകൾക്ക് മനസ്സിലാവണം. കാരണം നമ്മൾ ദിവസവും പ്രാർത്ഥിക്കുന്നതാണ് സൂറ ഫാത്തിഹ ഓതിക്കൊണ്ട് എല്ലാ നിസ്കാരങ്ങളിലും പലതവണ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന്. അള്ളാഹുവിൽ നിന്നുള്ള ലഭിക്കേണ്ട നിഅമത്തിന് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ നിഅമത്ത് നുബുവത്താണെന്നും ഖുർആനിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ദലാലത്തിൽ നിന്ന് സംരക്ഷണം നേടാൻ വേണ്ടി, മോചനത്തിന് വേണ്ടി നമ്മൾ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ ദലാലത്തായി അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് അന്ത്യപ്രവാചകവാദമാണ്. വലഖദ് ജാഅക്കും യൂസുഫു മിൻ ഖബ്ലു ബിൽ ബയ്യിനാതി ഫമാ സിൽതും ഫീ ശക്കിൻ മിമ്മാ ജാഅക്കും ബിഹി ഹത്താ ഇദാ ഹലക ഖുൽതും ലൻ യബ്അസല്ലാഹു മിൻ ബഅദിഹി റസൂലാ കദാലിക യുദില്ലുല്ലാഹു മൻ ഹുവ മുസ്രിഫുൻ മുർതാബ്. സൂറ ഗാഫിറിലെ ആയത്താണ്. അപ്പോൾ ആരാണോ ഇനിയൊരു റസൂലിനെ അയക്കില്ല എന്ന് പറഞ്ഞ് വാദിക്കുന്നത് അത് ദലാലത്താണെന്ന് അള്ളാഹ് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള നമ്മുടെ സംസാരം നിഅമത്തിനെയും ദലാലത്തിനെയും, നിഅമത്ത് വേണം ദലാലത്ത് വേണ്ട എന്ന് ഞങ്ങൾ വാദിക്കുന്നു, അല്ല ദലാലത്ത് മതി നിഅമത്ത് നിന്നുപോയി എന്ന് മറുകൂട്ടം വാദിക്കുന്നു എന്നതാണ് കഴമ്പായ ഇതിൻ്റെ കാതലായ വശം. അത് ജനങ്ങൾ സാധാരണക്കാർ മനസ്സിലാക്കണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. നമ്മുടെ ബഹുമാന്യ സംവാദകൻ ഹസൈൻ സലാഹി സാഹിബ് തന്നെ പറഞ്ഞു, ഖാത്തമുൻ നബീൻ എന്നതിൽ ഖാത്തം എന്ന രീതിയിലുള്ള പ്രയോഗം വിശുദ്ധ ഖുർആനിൽ ഒരു തവണ മാത്രമേ വന്നിട്ടുള്ളൂ, വേറെ ഇല്ല. വേറെ എടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഡിക്ഷണറിയിൽ പോയി ഖത്തമ യഖ്തിമു ഖത്മൻ ഖിതാമൻ
എന്നുള്ള വാക്കുകളുടെയൊക്കെ അർത്ഥം നോക്കാം, അതിൻ്റെ ധാതുവിൽ പോയിട്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം അർത്ഥങ്ങൾ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. വാസ്തവത്തിൽ ഇവിടെ ഖാത്തമ യഖ്തിമുൻ്റെ അർത്ഥത്തിൽ നമ്മൾ യാതൊരു വിയോജിപ്പും പറയുന്നില്ല. ഇവിടെ ഖാത്തമുൻ നബിയീൻ എന്ന പ്രയോഗത്തെക്കുറിച്ചാണ്. അത് ആ ഭാഷയിലേക്ക് നോക്കണം. അറബി ഭാഷയിൽ ഈ പ്രയോഗം എങ്ങനെയാണ് അറബികൾക്കിടയിൽ ഉപയോഗിച്ചു വന്നത് മുമ്പും പിമ്പും ഒക്കെ, അല്ലാതെ മനുഷ്യൻ്റെ വിശ്വാസം അനുസരിച്ചുള്ള അർത്ഥം കൊടുക്കലല്ല. ഇപ്പോൾ നമ്മൾ ഡിക്ഷണറിയെക്കുറിച്ച് പലരും പറയാറുണ്ട്. ഉദാഹരണം മുൻജിദിൽ അതിൻ്റെ മുഅല്ലിഫ് സാലൂസ് എന്ന പദത്തിന് അർത്ഥം കൊടുത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വിശ്വാസം അനുസരിച്ച് ഹോളി ട്രിയാനിറ്റി എന്നാണ്, ത്രിയേകത്വ സിദ്ധാന്തം, പരിശുദ്ധ ത്രിയേകത്വ സിദ്ധാന്തം എന്ന്. പക്ഷെ അറബി ഭാഷയിലെ അർത്ഥത്തിന് അത് കിട്ടില്ല. അത് ആ വ്യക്തിയുടെ വിശ്വാസമാണ്. അപ്പം നമുക്ക് പോകേണ്ടത് യഥാർത്ഥ ഭാഷയിലേക്കാണ്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഈ വലിയ വലിയ സൂക്കുകളിൽ ബസാറുകളിലൊക്കെ പോകുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും ആലമുൽ മുജൗഹറാത്ത്, ആഭരണങ്ങളുടെ നിലവറ, ആലമുൽ അൽ ആബ്, ആലമുൽ അഖ്മിഷ എന്നൊക്കെ. ആലം എന്ന പദം, അപ്പോൾ ഒരാൾ പറയാണ് ആലം എന്ന പദം നേരിട്ട് അതിൻ്റെ വേറെ അർത്ഥമൊന്നും ഇവിടെ കിട്ടുന്നില്ല. അപ്പോൾ അലിമ യഅലമു ഇൽമൻ എന്ന വാക്ക് വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അലിമ യഅലമു അറിഞ്ഞു, അറിയുക, അറിയും. ഇനി ആലിമാണെങ്കിൽ അറിവുള്ള ആൾ. അപ്പോൾ മുജൗഹറാത്ത് ആഭരണങ്ങളെക്കുറിച്ച് അറിവുണ്ട് ഇവിടെ, ആഭരണങ്ങളെക്കുറിച്ചുള്ള ആലിം അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അതിനർത്ഥം കൊടുത്താൽ അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം മനസ്സിലാവില്ല. ഇവിടെ ആഭരണങ്ങളെല്ലാം ഒരുക്കെ കൂട്ടപ്പെട്ട് വലിയ നിലവറയാണ്, എല്ലാ ആഭരണവും കിട്ടുന്ന ഒരു സ്ഥലമാണ് എന്നാണ് അതിൻ്റെ ഉദ്ദേശം. പക്ഷെ ഇങ്ങനെ അർത്ഥം വെച്ച് പോയാൽ നമുക്ക് ആ യഥാർത്ഥ അർത്ഥം ലഭിക്കുകയില്ല. മറിച്ച് അലിമൻ്റെ അർത്ഥമൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നീങ്ങാം. അത് മജാസിയായ അർത്ഥമാണ്. ആ മജാസിയ അർത്ഥത്തിൽ പഠിച്ചാണ് ഖാത്തമുൻ നബീൻ, അന്ത്യപ്രവാചകൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യം വ്യക്തമാക്കാൻ ഈ ഖാത്തമുൻ നബീൻ എന്ന രൂപത്തിലുള്ള പ്രയോഗത്തെക്കുറിച്ച് അറബി ഭാഷയിലെ ചില ഉദാഹരണങ്ങൾ ഞാനിവിടെ വിവരിക്കാം. താങ്കൾ ഇബ്നു മൻദൂറിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ജനിക്കുന്നതിൻ്റെ ഒരു പഴയ രചയിതാവാണെന്നൊക്കെ പറഞ്ഞാണ് സംസാരിച്ചത്. അതിന് ഏകദേശം 100 വർഷം മുമ്പ് രചിക്കപ്പെട്ടതാണ് വഫിയാത്തുൽ അയ്യാൻ അംബാഉ അബ്നാഇ സമാൻ എന്ന അദബിൻ്റെ പുസ്തകം. അത് ഇബ്നു അബ്ബാസ് ഷംസുദ്ദീൻ അഹമ്മദ് മുഹമ്മദ് അബി ബക്കർ അദ്ദേഹത്തിൻ്റെതാണ്. അതിൽ അദ്ദേഹം ഒരു വരി പദ്യം പറയുകയാണ്. അതാരെക്കുറിച്ചാണ് പറയുന്നത്? അത് അബൂ തമാമിനെ സ്മരിച്ചുകൊണ്ട് ഹസൻ ഇബ്നു വഹബ് പറയുന്ന കാര്യം പറയുന്നത്. ഫുജിഅൽ ഖരീദു ബി ഖാത്തമി ശുഅറാ വഗദീറു റൗദത്തിഹാ ഹബീബുത്തായി. ഫുജിഅൽ ഖരീദു ബി ഖാത്തമി ശുഅറാ, അബൂ തമാമിനെ ഖാത്തമു ശുഅറാ എന്ന് അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? അന്ത്യകവി എന്നായിരുന്നു. ഇതിനുശേഷം യാതൊരു കവിയില്ല എന്നർത്ഥത്തിലായിരുന്നു? അല്ല, ഒരിക്കലും അല്ല. ഇനി ഇബ്നു മൻദൂർ തന്നെ എഴുതിയ പുസ്തകമുണ്ട് വേറെ അദബിൻ്റെ പുസ്തകങ്ങൾ. അതിലൊന്നാണ് മുൽഹഖ് കിതാബുൽ അഗാനി അഖ്ബാർ അബി നവാസിനെ കുറിച്ചുള്ള. അതിൽ അബുൽ ഫദൽ ഇബ്നു മൻദൂർ പലതും എഴുതിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അതുപോലുള്ള മറ്റുള്ള കിതാബുൽ അഗാനിയെ ബന്ധപ്പെട്ടതെന്നുള്ള ചില ഉദാഹരണം കൂടെ ഞാനിവിടെ വിവരിക്കാം. അബു ഉബൈദ പറഞ്ഞതായിട്ട് പറയുന്നു, ഉഫ്തുതിഹ അശ്ശിഅറു ബി ഇംറുൽ ഖൈസ്. ഇംറുൽ ഖൈസ് മുഖേനയാണ് കവിതക്ക് തുടക്കം കുറിച്ചത്. വ ഖുതിമ ബി ഇബ്നി ഹിർമ, ഇബ്നി ഹിർമയിൽ അത് അവസാനിച്ചു എന്ന്, ഖത്തമ് ചെയ്തു എന്ന്. അപ്പം എന്താണ് അർത്ഥം? ഇദ്ദേഹത്തിൻ്റെ രീതിയിൽ ഈ ഇംറുൽ ഖൈസ് തുടങ്ങി വെച്ച അദ്ദേഹമാണ് തുടക്കത്തിലുള്ള ഏറ്റവും നല്ല കവി. അവസാനങ്ങളിലത് ഇബ്നു ഹിർമയാണ്. അതല്ലാതെ ഇബ്നു ഹിർമയ്ക്ക് ശേഷം ഒരു കവിയും ഉണ്ടാവില്ല എന്നുള്ള അർത്ഥം അവിടെ ഇല്ല. അതുപോലെ ഇവിടെ ഇവർ പറയാണ്. വേറൊരു ഉദാഹരണം ഇതേ പുസ്തകത്തിലുള്ള തന്നെയാണ്. കാന മശായിഖുന റഹ്മത്തുള്ളാഹി അലൈഹിം യഖ്തതിമൂന ബിഹി ശുഅറാ. ഞങ്ങളുടെ പണ്ഡിതന്മാരൊക്കെ കവിമാരെ ഖത്മ് ചെയ്തിരുന്നത്, ഇത് പറയുന്നത് ബുഖ്തരിയെക്കുറിച്ചാണ്, ബുഖ്തരിയിലാണ്. അപ്പോൾ ബുഖ്തരി അല്ലാതെ വേറെ ഒന്നുമില്ലാന്ന്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ ബുഖ്തരിയാണ് ഖാത്തമു ശുഅറാ. അവിടെ അബൂ തമാമാണ് ഖാത്തമു ശുഅറാ. മറ്റൊരു സ്ഥലത്ത് ഇബ്നു ഹിർമയാണ് ഖാത്തമു ശുഅറാ. അപ്പോൾ എല്ലായിടത്തും എത്രമാത്രം ഖാത്തമു ശുഅറാ വന്നു. ഇനി അറിയപ്പെട്ട മുഫസ്സിർ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി,
അദ്ദേഹം ഖത്തമ യഖ്തിമുൽ അർത്ഥം പറഞ്ഞതിനെ കുറിച്ചല്ല ഞാൻ പറയാൻ പോകുന്നത്. അദ്ദേഹം ഖാത്തമുൻ നബീൻ എന്ന പ്രയോഗത്തെ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്ന് അദ്ദേഹം റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി എന്ന ആയത്തിൻ്റെ തഫ്സീർ, സൂറ താഹയുടെ ആയത്തിൻ്റെ തഫ്സീറിൽ അദ്ദേഹം പറയുന്നു, فالعقل خاتم الكل والخاتم يجب أن يكون أفضل. ألا ترى أن رسولنا صلى الله عليه وسلم لما كان خاتم النبيين كان أفضل الأنبياء عليهم الصلاة والسلام، والإنسان لما كان خاتم المخلوقات الجسمانية كان أفضلها. ഖാത്തം എന്ന വാക്കിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അഖൽ ഖാത്തമുൽ കുൽ ആണ്. അതുപോലെ ഖാത്തം എന്നത് യജിബൻ യകൂന അഫ്ദൽ. ഖാത്തം എന്ന പ്രയോഗം അഫ്ദലിനാണ് ഉപയോഗിക്കുക, അങ്ങനെ ഉപയോഗിക്കാൻ പാടുള്ളൂ. യജിബൻ യകൂൻ എന്നിട്ട് പറയാണ്, ഉദാഹരണം പറയാണ്, നിങ്ങൾ കാണുന്നില്ലേ നമ്മുടെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാത്തമുൻ നബീനായിരിക്കെ എല്ലാ പ്രവാചകന്മാരിലും ശ്രേഷ്ഠനാണ് എന്ന്. അപ്പോൾ അഫ്ദൽ എന്ന അർത്ഥം വരാതെ ഖത്തമ എന്ന അർത്ഥം കൊടുത്താൽ അത് ശരിയാവില്ല എന്നാണ് ഇമാം റാസി പറയുന്നത്. ഞാൻ ഇവിടെ കുറച്ച് മുമ്പ് പറഞ്ഞ ഖുത്തിമ ഷിഅറു ബിബ്നി ഹിർമ, ഇബ്നി ഹിർമയിൽ ഷാറൊക്കെ ഖത്തം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ പോലെ അങ്ങനെ തന്നെ റസൂൽ തിരുമേനിയെ കുറിച്ച് റസൂൽ തിരുമേനി പറഞ്ഞത് ഖുത്തിമ ബിയൻ നബിയൂൻ, സഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. അതായത് ഫുദ്ദിൽതു അലൽ അംബിയായി ബിസിത്തിൻ ഉഅതീതു ജവാമിഉൽ കലിം, എനിക്ക് മറ്റുള്ള നബിമാരെ അപേക്ഷിച്ച് 6 കാര്യങ്ങളിൽ എനിക്ക് അള്ളാഹു അഫ്ദലിയത്ത് നൽകിയിട്ടുണ്ട്. അത് ഏതൊക്കെയെന്ന് പറഞ്ഞുകൊടുത്ത് പറയാണ്, وجعلت لي الأرض طهورا ومسجدا وأرسلت إلى الخلق كافة وختم بي النبيون. എന്നിൽ നബിമാർ ഖത്തം ചെയ്യപ്പെട്ടു, മുദ്ര വെക്കപ്പെട്ടു. അത് റസൂൽ തിരുമേനിയുടെ അഫ്ദലിയത്ത്, ഏറ്റവും ടോപ്പായ നബി വന്ന സ്ഥിതിക്ക് അതിലും വലിയൊന്നും ഇനി വരാനില്ല എന്ന രീതിയിലാണ് അവിടെ ഖത്തം ചെയ്തിരിക്കുന്നത് എന്നതാണ് അറബി ഭാഷാ ശൈലി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഹദീസ് വായിച്ച സ്ഥിതിക്ക് ഞാൻ പറയുകയാണ്, ഇവിടെ ഉർസിൽതു ഇലൽ ഖൽഖി കാഫത്തൻ എന്ന് റസൂൽ തിരുമേനിക്ക് വേണ്ടി മാത്രമുള്ള മഹിമയാണ് ആയിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഞാൻ എല്ലാ കാലത്തേക്കും എല്ലാവരിലേക്കും വേണ്ടി അയക്കപ്പെട്ടതാണ് എന്ന്. അപ്പോൾ ഇനി ഈസാ നബി വന്നിട്ട് എല്ലാവരിലേക്കും വരുമ്പോൾ ഈ കാര്യത്തിൽ ഈ പറഞ്ഞ ഹദീസിൽ ഇതും തിരുത്തേണ്ടി വരും നമ്മുടെ എതിർകക്ഷികൾക്ക്. ഇനി ഭാഷാ പ്രയോഗത്തിന് ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ഒരു വിദ്യാർത്ഥി ഒരു വലിയ യൂണിവേഴ്സിറ്റിയിൽ വലിയൊരു അറബി പണ്ഡിതൻ്റെ മുമ്പിൽ എഴുതി, മർവാൻ ഇബ്നു മുഹമ്മദ് ഖാത്തമു ഖുലഫാഇ ബനി ഉമയ്യ. മർവാൻ ഇബ്നു മുഹമ്മദ് ബനു ഉമയ്യയിലെ അവസാനത്തെ ഖലീഫ ആയിരുന്നു എന്ന് ഖാത്തമു ഖുലഫാഇ ബനി ഉമയ്യ എന്ന പ്രയോഗം വെച്ചിട്ട് എഴുതി. കാരണം അവസാനത്തെ ഖലീഫ ആയിരുന്നു മർവാൻ ഇബ്നു മുഹമ്മദ്. അപ്പോൾ ആ ഉസ്താദ്, വലിയ ഈജിപ്ത്യൻ പണ്ഡിതൻ, അസ്ഹറിൽ നിന്നൊക്കെ വന്ന് പഠിച്ചു വന്ന ആ പണ്ഡിതൻ പറഞ്ഞു, അങ്ങനെ എഴുതരുത്, അത് തിരുത്തി എഴുതുക, അവിടെ ആഖിറു എന്ന് എഴുതുക, ഖാത്തമു എന്ന് എഴുതരുത് എന്ന്. കാരണം എന്താണ്? അവിടെ അഫ്ദലിയത്തിൻ്റെ അർത്ഥം വരണം, അല്ലാതെ അവസാനത്തിന് മാത്രം ഖാത്തം എന്ന് എഴുതിയാൽ ഒരിക്കലും അത് പൂർത്തിയാവില്ല. അവിടെ ഖാത്തമുള്ള ആ അർത്ഥത്തിലല്ല, മറിച്ച് ഉമർ ബിൻ അബ്ദുൽ അസീസ് ഖാത്തമു ഖുലഫാഇ ബനി ഉമയ്യ എന്ന് എഴുതിയാൽ അദ്ദേഹം കുറെ മുമ്പുള്ള ആളായിരുന്നെങ്കിൽ കൂടി ആ അർത്ഥം ശരിയാവുമായിരുന്നു. അപ്പോഴാണ് ഖാത്തമിൻ്റെ യഥാർത്ഥ അർത്ഥം അവിടെ വരുന്നത്. അതുപോലെ തന്നെ ഇനി മറ്റുള്ള അർത്ഥങ്ങൾ നോക്കുമ്പോൾ ഇമാം റാഗിബ് മുഫ്രദാത്തിൽ ഖത്തമിനെ കുറിച്ച് ഒരു അർത്ഥമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഖാത്തമുൻ നബീൻ എന്ന അർത്ഥത്തിനെ എടുത്തു പറഞ്ഞുകൊണ്ട് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. മുഫ്രദാത്ത് ഇമാം റാഗിബിൽ നോക്കുക, വഖാത്തമുൻ നബിയീൻ ലിഅന്നഹു ഖതമൻ നുബുവത ഐ തമ്മമഹാ ബിമജീഇഹി. നുബുവത്തിനെ ഖതം ചെയ്തു എന്നാൽ തമ്മമഹ, അതിനെ പരിപൂർണമാക്കി, ബിമജീഇഹി, അദ്ദേഹത്തിന്റെ വരവോടുകൂടി. റസൂൽ തിരുമേനി വരുന്നതിന് മുമ്പ് അത് പരിപൂർണമായിരുന്നില്ല, അതിപ്പോൾ പരിപൂർണമാക്കി, അതാണ് അർത്ഥം. അല്ലാതെ അവസാനിപ്പിച്ചു എന്നല്ല. ഈ അർത്ഥമാണ് താങ്കൾ തന്നെ ഇവിടെ പറഞ്ഞൊരു ഹദീസിലും കാണുന്നത്. അത് വിവരിക്കാം. നമ്മുടെ സ്വലാഹി സാബി ഇവിടെ ഖാത്തമുൻ നബീൻ ലാ നബിയ ബഅദി എന്ന അർത്ഥം വ്യക്തമാക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു ഹദീസാണ്. ബുഖാരിയിലെ ഹദീസ്. റസൂൽ തിരുമേനി പറഞ്ഞൊരു ഉദാഹരണമാണ് പറയുന്നത്, ഒരു ഉപമ. ഇന്ന മസലി വ മസലൽ അംബിയാഇ മിൻ ഖബ്ലി കമസലി റജുലിൻ ബനാ ബൈതൻ ഫഅഹ്സനഹു وأجمله إلا موضع لبنة من زاوية فجعل الناس يطوفون به
ويعجبون له ويقولون هلا وضعت هذه اللبنة قال فأنا اللبنة وأنا خاتم النبيين. ഇവിടെ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണമാണ് പറയുന്നത്, ഉപമ. ആ ഉപമ പറയുന്നത് മസലി വ മസലുൽ അംബിയാ മിൻ ഖബ്ലി, എനിക്ക് മുമ്പ് അയക്കപ്പെട്ട നബിമാർക്കും. ശ്രദ്ധിക്കണം, ഉദാഹരണം, ഉപമ റസൂൽ തിരുമേനിക്കും ഇതര പ്രവാചകന്മാർക്കും ഇടയിലുള്ള ഉപമയാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന പ്രകാരമാണെങ്കിൽ ഒരു വീടുണ്ടാക്കി, വീട് ഏകദേശം എല്ലാം പൂർത്തിയായിട്ടുണ്ട്, നല്ല സുന്ദരമായ വീടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ഹദീസിൽ പറയുന്ന വാക്കാണ്. ഒരു ഇഷ്ടികൻ്റെ വിടവ് മാത്രം ബാക്കിയുണ്ട്. ആ ഇഷ്ടികയാണ് ഞാൻ, അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇഷ്ടികയാണ് എന്ന ബാഹ്യ അർത്ഥത്തിലാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. കുറച്ചു മുമ്പ് ഖാത്തമിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, റസൂൽ തിരുമേനി ഇങ്ങനെ മോതിരാവുക, മോതിരം എന്നുള്ള വാക്കൊക്കെ യോജിക്കില്ലല്ലോ റസൂൽ തിരുമേനിക്ക് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞാണ്. പക്ഷെ ഇഷ്ടിക യോജിക്കും, മോതിരം യോജിക്കില്ല. ഇതെനിക്ക് മനസ്സിലാവുന്നില്ല. ആയതായാലും പോട്ടെ, ഇഷ്ടികയും മോതിരം അല്ല ഇവിടെ വിഷയം. ഇവിടെ റസൂൽ തിരുമേനിയെ വെറും ഒരു ഇഷ്ടിക കഷ്ണം കൊണ്ട് മാത്രം ഉപമിക്കുകയായിരുന്നെങ്കിൽ അതില്ലാതെയും വീട് അവിടെ ഉണ്ടായിരുന്നു, അത് സുന്ദരമായ വീടാണെന്ന് പറയുന്നു. അപ്പോൾ റസൂൽ തിരുമേനിക്ക് ഈ ഒരു സ്ഥാനം മാത്രമേ ഉള്ളൂ, ഒരു ഇഷ്ടികയുടെ. ഇത്രയും മഹാനായ വ്യക്തി, ഇത്രയും അദമത്ത് സ്വീകാര്യതയുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സ്ഥാനം ഇത്ര മാത്രമേ ഉള്ളൂ. അതെങ്കിലും മനസ്സിലാക്കണ്ടേ? യഥാർത്ഥ അർത്ഥം എന്താണ് ഇവിടെ? പറയാം. സഹീഹ് ബുഖാരിയുടെ ശറഹ് എഴുതിയ ഇബ്ൻ ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ ബാരിയിൽ പറയുന്നു, അൽ മുറാദു ഹുനാ അന്നദറു ഇലൽ അക്മലി ബിന്നിസ്ബത്തി ഇല ശരീഅത്തിൽ മുഹമ്മദിയ്യത്തി മഅ മാ മദാ മിന ശറാഇ അൽ കാമില. മുമ്പ് നടന്നിട്ടുള്ള ആ ശരീഅത്തുകൾ, അത് അവരവരുടെ കാലത്ത് കാമിലായിരുന്നു, ആ പരിപൂർണ ശരീഅത്തുകൾക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് നൽകി അതിപരിപൂർണമായ ശരീഅത്തും തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത് എന്ന്. അല്ലാതെ ഒരു റസൂൽ തിരുമേനിക്ക് ഒരു ഇഷ്ടികൻ്റെ വരെ ഉള്ളൂ എന്നല്ല പറയുന്നത്. അത് തന്നെയാണ് അല്ലാമ ഇബ്നു ഖൽദൂൻ പറയുന്നത്. മുഖദ്ദം ഇബ്നു ഖൽദൂമിൽ 271 പേജിൽ കാണാം, വയുഫസ്സിറൂന ഖാത്തമൻ നബിയ്യീൻ ബില്ലബിന ഹത്താ അക്മലത്തിൽ ബുനിയാന വമഅനാഹു അന്നബിയ്യ അല്ലദീ ഹസലത് ലഹു നുബുവത്തുൽ കാമില. അതിൻ്റെ ഉദ്ദേശം അതിപരിപൂർണമായ നുബുവത്ത് കിട്ടിയ നബിയാണ് എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന്. പിന്നെ ഒരു ഹദീസ് ഉണ്ട്, റസൂൽ തിരുമേനി പറയാണ്, പല റിവായത്തിലും വന്നിട്ടുണ്ട്, ബൈനമ അന നായിമൻ റഅയ്തു ഫീ യദയ്യ സിവാറൈനി മിൻ ദഹബിൻ ഫഹമ്മനി ശഅനുഹുമാ ഫഊഹിയ ഇലയ്യ ഫിൽ മനാമി അൻ അൻഫുഹുമാ ഫനഫഖ്തുഹുമാ ഫതാറാ ഫഅവ്വൽതുഹുമാ കദ്ദാബൈനി യഖ്റുജാനി മിൻ ബഅദി. റസൂൽ തിരുമേനിക്ക് സ്വപ്നത്തിൽ 2 വളകൾ കാണിച്ചു, സ്വർണ്ണ വളകൾ. അപ്പോൾ അതിൽ എന്തോ പ്രത്യേകത ഉണ്ടെന്ന് മനസ്സിലാക്കി അതിനായി ദുആ ചെയ്തു. അപ്പോൾ അള്ളാഹു വഹി അറിയിച്ചു കൊടുത്തു നബി തിരുമേനിക്ക് അതിൻ്റെ അർത്ഥം എന്താണെന്ന്. അതിന് ഊതാൻ വേണ്ടി പറഞ്ഞു ദർശനത്തിൽ അല്ലെങ്കിൽ ഗശ്ഫിൽ. അപ്പോൾ റസൂൽ തിരുമേനി അതിനെ ഊതി. അപ്പോൾ എന്നിട്ട് അതിനെക്കുറിച്ച് അതിൻ്റെ തഅവീലായിട്ട് പറയാണ്, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ 2 വളകളുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 കദ്ദാബൈനാണ്, 2 കള്ളവാദികൾ. യഖ്റുജാനി ബഅദി, എനിക്ക് ശേഷം ഇറങ്ങുന്നതാണ്. ഇവിടെ ബഅദി എന്നുള്ള ഉദ്ദേശം എന്താണ്? റസൂൽ തിരുമേനിൻ്റെ കാലം കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് വരുന്നതാണോ? അല്ല. കാരണം ഇവരിൽ ഒരാൾ, മറിച്ച് 2 പേരും ആ കാലത്ത് തന്നെ നുബുവത്ത് വാദിച്ചവരാണ്. അപ്പോൾ ഞാൻ ഉണ്ടായിരിക്കുക വേറെ നബി ഇല്ല എന്നുള്ളതിലുള്ള അർത്ഥം കൂടെ ഈ ബഅദി എന്നതിനുണ്ട് എന്ന് ഈ ഹദീസ് മുഖേന വ്യക്തമാക്കാൻ സാധിക്കും. ഏതായാലും ഇത് പൊതുവെ ഭാഷയിൽ ഉപയോഗിക്കപ്പെടുന്ന അർത്ഥമാണ് ബഅദി എന്ന് പറഞ്ഞാൽ ഗൈരി എന്ന്. ഇനി അതല്ല, ബഅദി എന്ന് പറഞ്ഞാൽ ശേഷം എന്ന അർത്ഥം കൊടുത്താലും നമ്മൾക്കതിൽ എതിർപ്പില്ല. കാരണം റസൂൽ തിരുമേനിയുടെ ആ മർത്തബത്ത് അശഅനിന് എതിരായിക്കൊണ്ട് മറ്റൊരു നബീന് വരില്ല എന്ന് തീർച്ചയാണ്. പുതിയ ശരീഅത്ത് കൊണ്ടോ പുതിയ പാഠങ്ങൾ കൊണ്ടോ ഒന്നുമില്ല, ഇനി ആരും വരാനില്ല. റസൂൽ തിരുമേനി ഖാത്തമുൻ നബിയിനാണ്, എല്ലാ നബിമാർക്കും മുദ്രയാണ്, പിന്നെ അടിക്കപ്പെട്ട മുദ്രയാണ്. ഈ മുദ്രയെക്കുറിച്ച് ഇദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മുദ്ര നമ്മൾ പേപ്പറിലൊക്കെ ഇങ്ങനെ സീലടിച്ച് വെക്കുന്നത് എപ്പോഴാണ് എന്നുള്ളത്. അതെ, സീലടിക്കപ്പെട്ടു എന്നൊരു അവസാനത്തിലാണ് സീലടിക്കപ്പെടുന്നത്, ശരിയാണ്. പക്ഷേ സീലടിക്കുന്നതിൻ്റെ ഉദ്ദേശം അതിലേക്ക് ആരും ഇനി കയറേണ്ട, അതിൽ നിന്ന് ആരും ഇറങ്ങില്ല എന്ന അർത്ഥത്തിൽ മാത്രമല്ല. ഒരു അനുഗ്രഹം എന്ന് പറയുമ്പോൾ അനുഗ്രഹത്തിലൊക്കെ ആരും കയറും വേണ്ട, അനുഗ്രഹത്തിന് ആരും എടുക്കും വേണ്ട എന്ന അർത്ഥത്തിൽ ഒരിക്കലും ആവില്ല. മറിച്ച് ഇവിടെ മുദ്ര എന്ന് പറയുമ്പോൾ
മുദ്ര അല്ലാതെ വരുന്നവർ കുറെ ഉണ്ടാവും. 30 കള്ളവാദികൾ വരുന്ന റസൂൽ തിരുമേനി പറഞ്ഞിട്ടില്ലേ? അപ്പോൾ സത്യവാദി വരുന്നില്ലെങ്കിൽ കള്ളവാദികളെ കുറിച്ച് ഭയപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. യഥാർത്ഥത്തിൽ വരേണ്ട വ്യക്തി വരാനിരിക്കുന്നു. പക്ഷെ അതാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഇവരെ പിൻപറ്റരുതേ എന്നാണ് പറഞ്ഞത്. കള്ളവാദികൾ വരുന്നു പറഞ്ഞതുകൊണ്ട് മുദ്ര ഉണ്ടോ നോക്കണം. ആ മുദ്രയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് റസൂൽ തിരുമേനിയുടെ സുന്നത്തനുസരിച്ചായിരിക്കും ജീവിക്കുക. വിശുദ്ധ ഖുർആനായിരിക്കും പ്രമാണം, അതനുസരിച്ചായിരിക്കും പോവുക. അതല്ലാതെ ഞാനും ആ നബിയിൽ വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏതോ ഒരു നബി പറഞ്ഞു ഈ കാലത്ത് ഒരാൾ വരും അതുകൊണ്ട് ഞാൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ തിരുമേനിയിലേക്കും സുന്നത്തിലേക്കും ഖുർആനിലേക്കും അദ്ദേഹം ബന്ധം സ്ഥാപിച്ചു എന്ന പേരിലല്ല. മറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ വിശുദ്ധ ഖുർആനായിരിക്കണം. അതനുസരിച്ച് ജീവിച്ചു പോകണം. അതിലേക്ക് ജനങ്ങളെ കൊണ്ടുവരണം. നബി തിരുമേനി കൊണ്ടുവന്ന് അതിലേക്ക് തന്നെ ജനങ്ങൾ അതിന്ന് വിട്ടുപോയാൽ തിരികെ കൊണ്ടുവരിക, തെറ്റായ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള അർത്ഥത്തിൽ ഖുർആനും സുന്നത്തും അനുസരിച്ച് വിധി കൽപ്പിക്കുന്ന വിധികർത്താവായിരിക്കണം. അതാണ് റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരാൾ വരാനുണ്ട് എന്നതുകൊണ്ടാണ് കള്ളവാദികളായവർ വരും എന്ന് പറയുന്നത്. അപ്പോൾ ഈ മുദ്ര അവരിലുണ്ടോ എന്ന് നോക്കണം. ഇപ്പോൾ എത്ര ISI മുദ്രയുണ്ടോ നോക്കാൻ പ്രത്യേകം നോക്കണം എന്നൊക്കെ നമ്മൾ ആഡ്സിലൊക്കെ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? മുദ്രയില്ലാത്ത പല അടക്കപ്പെട്ട പല സാധനങ്ങളും പാക്കറ്റുകളും പുറത്തിറങ്ങും. പക്ഷെ അത് അടക്കപ്പെട്ടു എന്നതുകൊണ്ടല്ല അതിൻ്റെ മുറുക്കി അടച്ചാൽ മതിയല്ലോ, കൂട്ടിൽ ആരും തുറക്കൂല, അതിന് പുറത്ത് വരൂല്ല. മുദ്ര അടിക്കുന്ന എന്തിനാണ്? അതുപോലെയുള്ള മറ്റുള്ള പുറത്ത് വരും എന്ന അർത്ഥത്തിൽ. അതുപോലെ ഈ മുദ്ര ഇല്ലാതെ ഈ രൂപത്തിൽ കള്ളവാദികൾ വരും. അപ്പോൾ അവരെ തിരിച്ചറിയാൻ വേണ്ടിയാണ് മുദ്ര വയ്ക്കുന്നത്. റസൂൽ തിരുമേനിയുടെ മുദ്ര ഇല്ലാതെ മുമ്പുള്ള പ്രവാചകന്മാരുടെ വാസ്തവം നമുക്കറിയില്ല. റസൂൽ തിരുമേനിയുടെ മുദ്ര ഇല്ലാതെ ഇനി ആർക്കും വരാനും പറ്റില്ല എന്നതാണ് അതിൽ പറയുന്നത്.